ഹരി ഓം ജി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഡിസംബർ മാസത്തിലുള്ള മന്ത്ലി സത്സംഗം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈവിൽ നമ്മൾ കാഞ്ചനാമ എത്തി. ഹരി ഓം ഹരി ഓം. അങ്ങനെ നമ്മുടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വരട്ടെ, വന്നിട്ട് പതുക്കെ ടോപ്പിക്കിലോട്ട് പോവാം. കുട്ടാച്ചൻ ഹരി ഓം, സൗമ്യജി ഹരി ഓം, പ്രസന്നജി ഹരി ഓം. എല്ലാ മാസമുള്ള നമ്മുടെ മന്ത്ലി സത്സംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാബുജി ഹരി ഓം. നമ്മൾ സത്സംഗം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബാലുജി ഹരി ഓം, വിദ്യ ഹരി ഓം. നമുക്ക് ഇങ്ങനെ വരുന്ന മെസ്സേജ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറിന് റിപ്ലൈ തന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം. അതാണ് നമ്മുടെ ഒരു സൗണ്ട് പ്രശ്നമാണ്. സൗണ്ട് കേൾക്കുന്നില്ലേ? ഒരു സെക്കൻഡ് നോക്കട്ടെ. വോളിയം കേൾക്കാമോ? ഓക്കെ. മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ലേന്ന് അറിയില്ല. കേൾക്കാം. എന്തായാലും പറഞ്ഞു തുടങ്ങാം അല്ലേ? കേൾക്കുന്നുണ്ടോ? ബാലുവിന് കേൾക്കുന്നുണ്ടോ? ശരി. അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക. നല്ല കുറവാണോ? സൗണ്ട് നല്ല കുറവാണോ? കുറവാണോ? ഇതിൽ വോളിയം ഉണ്ടോ നോക്കി. മാക്സിമം വോളിയത്തിലാണ് ഇരിക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് പറഞ്ഞു തുടങ്ങാം. വരുന്നത് പോലെ കാണാം. ഇപ്പം സൗണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും സൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ്? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ശരി. നമ്മുടെ മന്ത്ലി ഓൺലൈൻ സത്സംഗത്തിൽ വന്നിട്ടുള്ളവർക്കറിയാം, സാധകാസിന്, അതായത് ധ്യാന സാധകാസ്, അവർ ഫേസ് ചെയ്യുന്ന മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡൗട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച രൂപേണ മനസ്സിലാക്കി പോകും. അതാണ് നമ്മുടെ ഒരു സത്സംഗത്തിൻ്റെ ഒരു ശൈലി. ചർച്ചയിൽ കൂടി മനസ്സിലാക്കി പോകുന്ന രീതി. ഇപ്പോൾ രാജീവൊക്കെ എത്തിയിട്ടുണ്ട്. ഹരി ഓം. സന്ദീപ് ജി ഹരി ഓം. അപ്പോഴും നമുക്ക് ഇനി ടോപ്പിക്കിലോട്ടങ്ങ് പോകാം. ഒരു ചെറിയൊരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അത്. ഒരിടത്തൊരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു അമ്പലം. ആ അമ്പലത്തിൽ ഒത്തിരി ആൾക്കാർ വരും, പ്രാർത്ഥിക്കും. അവരവരുടെ ഓരോരോ കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമ്പലം ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അമ്പലം അടയ്ക്കും. രാവിലെ. വൈകുന്നേരം 5 മണിയാകുമ്പോൾ തുറക്കും. 8-8:30 ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ഈ ഭക്തജനങ്ങളൊക്കെ വന്ന് തൊഴുത് അവരെല്ലാം അങ്ങ് പോവുകയും ചെയ്യും. രാത്രി ഒരു 10-10:30 ആവുന്നതോടെ പൂർണ്ണമായും നിശബ്ദമാവും. അമ്പലത്തിൽ പിന്നെ വേറെ ആരുമില്ല. അമ്പലം നിശബ്ദമായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കെ, അതൊരു ഗണപതി അമ്പലമാണ്. അങ്ങനെ ഇരിക്കെ ആ ഗണപതി അമ്പലത്തിൻ്റെ മുന്നേ ഒരു വലിയൊരു ടാങ്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു വലിയ ഒരു കല്ല് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഗണപതിയെ തൊഴാൻ വരുന്ന ആൾക്കാരെന്ത് എന്താ ചെയ്യുന്ന പൊതുവെ ഒരു തേങ്ങ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് ഈ തേങ്ങ ആ കല്ലിലടിച്ച് പൊട്ടിച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് അവരങ്ങ് പോവും. അപ്പോൾ ഈ കല്ല് ഉള്ളിലിരിക്കുന്ന ഭഗവാനോട് പറയുക, ഞാനും കല്ല് തന്നെയാണ്, അകത്തിരിക്കുന്ന നീയും കല്ല് തന്നെയാണ്. പക്ഷെ എന്നെ ഇവിടെ ഈ അമ്പലത്തിലോട്ട് വരുന്ന ആൾക്കാർ എന്നെയും ആ ഉള്ളിലിരിക്കുന്ന കല്ലിനോടും, രണ്ടും കല്ല് തന്നെയാണല്ലോ, രണ്ട് മനോഭാവത്തിലാണ് പെരുമാറുന്നത്. ഞാൻ ദിവസവും എത്രയോ പേരുടെ പ്രഹരം, അതായത് തേങ്ങ കൊണ്ടുള്ള പ്രഹരം ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നീയോ എല്ലാവരും വന്ന് തൊഴുന്നു, എല്ലാവരും കർപ്പൂരാരതി ചെയ്യുന്നു, അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് സമർപ്പിക്കുന്നു, വളരെ ഭക്തിയോടെയും ഇതാണ് താങ്കളെ കാണുക, അത് ഈ കല്ലായ നിന്നെ കാണുന്നത്. അപ്പോൾ ഗണപതി ഭഗവാൻ ഇങ്ങനെ സൈലൻ്റായിട്ടിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാളികേരം ഉടയ്ക്കുന്ന ഈ കല്ല് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടും കല്ലാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ രണ്ട് മനോഭാവം വരാൻ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിഗ്രഹ രൂപത്തിലിരിക്കുന്ന ആ ശില പറഞ്ഞു, നിന്നെപ്പോലത്തെ ഒരു കല്ല് തന്നെയായിരുന്നു ഞാനും ഒരു നാൾ. അന്ന് എനിക്ക് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല. പ്രകൃതിയുടെ അങ്ങനെ കിട്ടിയ എൻ്റെ ഒരു രൂപമായിരുന്നു. അത് ഒരു ശില്പി കൊണ്ടുപോയി എന്നിലൊരു രൂപം ഉണ്ടാക്കി. അപ്പം ഞാൻ കുറേ എന്താ പറയുക, ഉളിയുടെ കൊട്ടും ഇതെല്ലാം എൻ്റെ ശരീരത്തിൽ കിട്ടി. ഞാൻ അത് സഹിച്ചു. ഞാൻ എന്നാലും ക്ഷമയോടെ അത് ആ ശില്പിയുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കുവാൻ ഞാൻ തയ്യാറായി. അങ്ങനെ ഇരുന്ന് കൊടുത്തപ്പോൾ എന്ത് പറ്റി, ആ കല്ല് ആയിട്ടിരുന്ന ഒരു പ്രത്യേക രൂപത്തിലിരുന്ന കല്ലിന് ഒരു ദൈവിക, അതായത് ഗണപതിയുടെ ഒരു രൂപം അയാൾ അതിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ ആ സൃഷ്ടിച്ചെടുത്ത രൂപം അതിനെ കാണാനും അത് തൊഴാനും ആണ് എല്ലാവരും വന്ന് എൻ്റെ മുന്നിലൊന്ന് കുമ്പിട്ട് നിൽക്കുന്നത്. അതേസമയം നിനക്ക് പ്രത്യേകിച്ച് രൂപ പരിണാമം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിന്നിലുള്ള സങ്കല്പം വേറെയാണ്. ആൾക്കാർ ആ സങ്കല്പം അനുസരിച്ച് നിന്നോട് പെരുമാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ ഞാനാകുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഞാനും അവന് തമ്മിൽ എന്താണ് വ്യത്യാസം, അവനെ എല്ലാവരും അംഗീകരിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നില്ല. ഇത്തരം ചിന്തകളെല്ലാം പലർക്കും പല രീതിയിലും തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എനിക്ക് എന്താണ് കുറവ്, എന്തുകൊണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ പല രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. ഇതേപോലത്തെ ഒരു വ്യത്യാസമാണ് അവിടെയും സംഭവിക്കുന്നത്. ആ അംഗീകരിക്കപ്പെട്ട ആ വ്യക്തിയിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടതല്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹം എടുത്ത ഒരു സാധനയുടെ ഒരു കാലമുണ്ട്, ഒരു ത്യാഗത്തിൻ്റെ ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ അവൻ ഉപാസന ചെയ്ത ഒരു വലിയ ഒരു സഹനം അവിടെ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കിയ ചില ഫാക്റ്റുകളുണ്ട്. ആ അറിവ്, ആ മോൾഡിങ് അവിടെ നടന്നത് കാരണമാണ് അദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ എത്തിപ്പെടാനും ചില കാഴ്ചപ്പാടുകൾ വരുവാനും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ജീവൻ വരുവാനും അതുകൊണ്ടാണ് ഈ വ്യത്യാസം അവിടെ വന്നത്. ഈ ശില്പത്തിനും ഈ പറയുന്ന നാളികേരം ഉടയ്ക്കുന്ന കല്ലും രണ്ടും കല്ലാണെങ്കിൽ പോലും ആ ഒരു വ്യത്യാസം വന്നത് അവിടെയാണ്. അതേപോലെ തന്നെ വ്യക്തികളിലും ഓരോ സാധകരും അവരുടെ ഒരു സാധനാ കാലഘട്ടമുണ്ട്. ആ സാധനാ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആലയിൽ നമ്മൾ പറയുമല്ലോ, തീയിലിട്ട് ചൂടാക്കി പഴുപ്പിച്ച് അതിനെ തല്ലി അതിനെ വേറൊരു ഫോമാക്കി കൊണ്ടുവരുന്ന ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. ഇവിടെ ഈ സാധനപരമായിട്ടുള്ള അവൻ്റെ
ജീവിതത്തിലും ഇതേ സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. അവൻ്റെ ഒറിജിനൽ ഷേപ്പ് അല്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ. അവിടെ തീയിൽ കിടന്ന് പഴുക്കേണ്ടതായുണ്ട്. ആ തീയുടെ ഗുണം ആ ഇരുമ്പ് കഷ്ണത്തിന് തീയെപ്പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ വരാറുണ്ട്. അതിൽ പിന്നെ തല്ല് കിട്ടേണ്ട ആവശ്യമുണ്ട്. പിന്നെ രൂപപരിണാമം വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറേ പരിണാമങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. സാധകനും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും സാധകൻ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ഗുരുവായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പഴിപ്പിക്കലും അടികളും ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ 1% അഹം ഉള്ളിലുണ്ടെങ്കിൽ ഈ അടിയും എല്ലാം വന്ന് കൊള്ളുന്ന അവൻ്റെ ശരീരത്തിലല്ല, അഹത്തിലാണ് കൊള്ളുന്നത്. അഹത്തിൽ കൊള്ളുമ്പോൾ എന്ത് പറ്റും? അഹത്തിൽ കൊള്ളുമ്പോൾ അവന് സഹിക്കില്ല. അവനിൽ ആർക്ക് സഹിക്കില്ല? അഹത്തിന് സഹിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവന് ദേഷ്യം വരാം, അവൻ പ്രതികരിക്കാം, അവൻ ചലഞ്ച് ചെയ്യാം, പല രീതിയും ചെയ്യാം. അപ്പോൾ ആ ഗുരു ഉദ്ദേശിക്കുന്ന ഒരു തലമുണ്ട്. ഗുരു അവനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോവും ആ സാധകൻ. കാര്യം ഗുരുവിൻ്റെ സങ്കല്പമല്ല അവിടെ പിന്നെ നടക്കുന്നത്, സാധകൻ്റെ ഈഗോയുടെ സംരക്ഷണമാണ് അവിടെ നടക്കുന്നത്. ഗുരുവിൻ്റെ സങ്കല്പം എൻ്റയർ ഡിഫറൻ്റാണ്. സാധകൻ്റെ ഈഗോയുടെ സംരക്ഷണം അത് ഡിഫറൻ്റാണ്. സാധകൻ എപ്പോഴാണോ ഈഗോയെ സംരക്ഷിക്കാൻ നോക്കുന്നത്, ഒരിക്കലും ഗുരുവിൻ്റെ ഭാഷ മനസ്സിലാവില്ല. അവിടെയാണ് സാധനാ ലോകത്തിൽ നിന്ന് വഴുതി പോകുന്ന പല അവസ്ഥകളും ഉണ്ടാവുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഇനി ടോപ്പിക്കിലോട്ടങ്ങ് പോകാം. നമുക്ക് വരുന്ന ചോദ്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിൽ ഉത്തരങ്ങൾ പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ചോദ്യങ്ങൾ വരുന്നത് കാണാൻ പറ്റിയില്ല. ചോദ്യം ഇതുവരെ ഒന്നും കണ്ടില്ല, ചോദ്യം കണ്ടില്ല. അപ്പം വീണ്ടും ഇടേണ്ടി വരും. ചിലത് സ്ക്രോൾ ചെയ്ത് പോയിരുന്നാലും ആ ചോദ്യം അറിയാൻ പറ്റില്ല. ബാലു ഒരു ചോദ്യം ഇട്ടു എന്നാണ് പറയുന്നത്, പക്ഷെ കാണാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടില്ല. പറഞ്ഞാലും മതി, ചോദ്യം പറഞ്ഞാലും. സാധകൻ അവൻ്റെ ഭാവനയെ വളർത്തിയെടുക്കണം. ഒരു സാധകൻ അവൻ്റെ ഭാവനയെ വളർത്തിയെടുക്കണം എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാം. കേട്ടില്ല. ഒരു സാധകൻ അവൻ്റെ ഭാവനയെ വളർത്തിയെടുക്കണം എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിക്കാം. ബാലു ഇട്ട ചോദ്യം ഇതിൽ കണ്ടില്ല. അപ്പോൾ ബാലു ചോദ്യം വായിച്ചു തന്നു. അപ്പം ബാലുവിൻ്റെ ചോദ്യം ഇതാണ്: ഒരു സാധകൻ തൻ്റെ ഭാവനയെ വളർത്തിയെടുക്കണം എന്ന് പറയുന്നതിനെ ഒന്ന് വിശദീകരിക്കാം. ഇമാജിനേഷൻ, തൻ്റെ സങ്കല്പം എന്ന് പറയുന്ന അത് ഒരു സാധകനും അവൻ്റെ സങ്കല്പവും അതിനെ ഏത് രീതിയിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. സങ്കല്പം എത്രമാത്രം അല്ലെങ്കിൽ ശക്തിയുള്ളതാണ്, അല്ലെങ്കിൽ സങ്കല്പം എത്രമാത്രം ഒരു സാധകനെ സ്വാധീനിക്കും, ഈ വിഷയം നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐ കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. ഐ എന്ന് പറയുന്ന ഒരു ചിന്തയില്ലാതെ ഇവിടെ ഈഗോ എന്നുള്ള അർത്ഥത്തിലെടുക്കരുത്. ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നൽ, ഈഗോ എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. ഇപ്പം സപ്പോസ് ഒരാൾ ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ? രാവിലെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു. അവിടെ നമ്മൾ ഈഗോ ഡിഗ്രിയിലാണോ പറഞ്ഞത്?
ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് അല്ലല്ലോ. അവിടെ ഞാനെന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അതിനെ ഊന്നിയിട്ടാണ് ഭക്ഷണം കഴിച്ചു. ആ ചോദ്യം എനിക്കാണ് ഉണ്ടായത്, എന്നോടാണ് ഉണ്ടായത്, അതിന് ഉത്തരം കൊടുക്കേണ്ടത് ഞാനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അഹങ്കാരത്തിൻ്റെ രീതിയിലൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധാരണ വ്യവഹാരങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐ കോൺസെപ്റ്റ്, ഞാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിൽ ചില വേറെ അഡീഷണൽ കാര്യങ്ങളൊക്കെ കയറി വരുമ്പോഴാണ് ഈ അഹം എന്ന് പറയുന്നതൊക്കെ ആഡിങ് ചെയ്ത് വരുന്നത്. തൽക്കാലം ആ ഫാക്ടർ അങ്ങ് വിടുക. നമ്മളെ നോർമലായിട്ടുള്ള ഐ ഞാനെന്ന് പറയുന്ന അസ്തിത്വം, അത് ശരിക്കും പറഞ്ഞാൽ എന്നിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ ഒരു ഭാവനയാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവന, അതിൽ എന്നെ പറ്റിയിട്ട് തന്നെ സ്വയം അവനെ തന്നെ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അവനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ചില ധാരണകൾ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കഴിവ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിവ് കുറവാണ്, അല്ലെങ്കിൽ കഴിവ് കൂടുതലാണ്, അങ്ങനെ അവനായിട്ട് ചിന്തിച്ച് വെച്ചിരിക്കുന്ന ചില ഭാവനകൾ. ഈ ഭാവനകൾ അവനിൽ നിലനിൽക്കുമ്പോൾ ഒന്നാലോചിച്ച് നോക്ക്. ചിലവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, ചില ആൾക്കാർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഇതെല്ലാം അവനിലുള്ള ഭാവനയിൽ നിന്നാണ് അവന് ആ ഒരു തോന്നൽ അവന് വന്നത്. ചിലവർക്ക് നാണക്കേട്, ചിലവർക്ക് ഭയം, സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലായ്മ, അമിത ആത്മവിശ്വാസം, ഈ വക കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവനോടുള്ള ഒരു ഭാവനയിൽ നിന്നാണ് അവൻ ആ ഒരു വികാരവും ആ സ്വഭാവവും അവനിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതേപോലെ സ്പിരിച്വാലിറ്റി ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം താനൊരു സാധകനാണ്, അല്ലെങ്കിൽ തനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആധ്യാത്മിക മേഖല, അല്ലെങ്കിൽ ആധ്യാത്മികമായൊരു വീക്ഷണം, അവൻ മനസ്സിലാക്കിയൊരു വീക്ഷണം ഉണ്ടല്ലോ, അതാണ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാവന. ആ മനസ്സിലാക്കിയ ഭാവന, അല്ലെങ്കിൽ ആ ഒരു വീക്ഷണം എത്രത്തോളം ശുഷ്കമാണോ അത്രത്തോളമേ അവന് ആ സ്പിരിച്വൽ സൈഡിൽ ആ വ്യക്തിയിലെ ആ സാധകന് അത്രമാത്രമേ അവന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവന് കൂടുതൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആധ്യാത്മികപരമായിട്ടുള്ള കൂടുതൽ വീക്ഷണങ്ങൾ അവനിൽ വരേണ്ടി വരും. അപ്പം ഒരു വ്യക്തിക്ക് അവൻ്റെ ഭാവന അനുസരിച്ച് തന്നെയാണ് അവന് മുന്നോട്ട് ചലിക്കാൻ പറ്റുള്ളൂ. സ്വാധീനിക്കുന്നു, അവൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളതിനൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത് മനസ്സിൻ്റെ തോന്നലല്ലേ എന്നൊക്കെ പറഞ്ഞാലും, ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു ചിന്ത അത് മനസ്സിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് നമ്മളതിന് വിശ്വസിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കുകയല്ലേ. അപ്പോൾ ആ സങ്കല്പത്തെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ആ ഭാവനയെ നമ്മൾ പൂർണ്ണമായി പിഴുതെടുത്ത് അറിയാൻ പറ്റില്ല. അതേസമയം ആ ഭാവനയ്ക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റും. ആ ഭാവനയിൽ താൻ ആഡ് ചെയ്തിരിക്കുന്ന തെറ്റിദ്ധാരണകളെ മാറ്റി കൊടുക്കാൻ പറ്റും. അതിന് ഒരു ആധ്യാത്മിക കാഴ്ചപ്പാട് കൊടുക്കാൻ പറ്റും. പല സാധകർക്കും മനസ്സിലാവാൻ പറ്റും, ഈ സാധനയിലോട്ട് വന്നതിന് ശേഷം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല വസ്തുക്കളും അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അത് ഭക്ഷണത്തിലായിക്കോട്ടെ, ജീവിതശൈലിയിലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ പലതും അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട്? സാധനയിൽ വരുന്നതിന് മുമ്പേ പ്രിയപ്പെട്ട ചില ഭക്ഷണങ്ങൾ ആ സമയത്ത് പ്രിയത്തോടെ കഴിച്ചു, ഇഷ്ടത്തോടെ കഴിച്ചു. പിന്നീട് എന്താണ്, സാധനഘട്ടത്തിലോട്ട് വന്നപ്പോൾ ആ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതായിട്ടുള്ള ആ പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചു എന്നുണ്ടെങ്കിൽ അവനിൽ വേറൊരു ഭാവന ഡെവലപ്പ് ചെയ്ത് വന്നു എന്നാണ്, അല്ലെങ്കിൽ വേറൊരു സങ്കല്പം, അവന് വേറൊരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ടെന്നാണ്. ആ കാഴ്ചപ്പാടിന് ഈ പറയുന്ന താൻ മുമ്പ് പ്രിയപ്പെട്ടതായിരുന്ന പലതും സ്യൂട്ടാവില്ല, മാച്ചാകില്ലെന്ന് അവന് തന്നെ തോന്നി തുടങ്ങി. അങ്ങനെ ആ ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ട് അവൻ പലതും കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. അത് വേണ്ട എന്ന് വയ്ക്കാൻ തുടങ്ങി. ആ വേണ്ട എന്ന് വെച്ചപ്പോഴാണ് അവൻ്റെ അവൻ കെട്ടിയിട്ടിരുന്ന കെട്ടുകളെല്ലാം അഴിച്ചു വന്നപ്പോൾ അവന് കുറച്ചുകൂടി ഫ്രീഡം അവന് കിട്ടി തുടങ്ങി. ആ
വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ ആ ത്യാഗത്തിൻ്റെ ഒരു ചെറിയ 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 എലമെൻറ്റ്സ് അവൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവന് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വലിയ ആനന്ദം കിട്ടി തുടങ്ങി. അങ്ങനെയാണ് അവൻ അതിൽ ഉറയ്ക്കുന്നത്. അങ്ങനെ സങ്കല്പങ്ങൾ ഓരോ സാധകനും മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ സഹായകരമാക്കും. പിന്നീട് അത് കുറേ മുന്നേ പോകുമ്പോഴാണ് ഈ സങ്കല്പങ്ങളും വികല്പങ്ങളും എല്ലാം നടക്കുന്നത് മനസ്സെന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തിലൂടെയാണെന്ന് നമുക്ക് സ്വയം മനസ്സിനെ കണ്ട് അറിയാൻ പറ്റുന്ന ഒരു തലത്തിലോട്ട് അവൻ എത്തിപ്പെടും. ആ ഒരു സ്റ്റേജ് വരെയും തീർച്ചയായിട്ടും നല്ല നല്ല ഭാവനകൾ അവനെ മുന്നോട്ട് കൊണ്ടുപോകും. ഭാവനയ്ക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അതിന് ഒരു യുക്തിയുടെ അടിത്തറ ഉണ്ടാവാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സാധകന് വളരെയേറെ മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ശരിക്കും എന്താ പറയാൻ, ഒരു സാധകൻ ശരിക്കും അവൻ്റെ ലൈഫിൽ ആധ്യാത്മികത പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എന്നിൽ എന്താണ് ഭാവന, ആ ഭാവനയിൽ ശുഷ്കമായ അവസ്ഥയുണ്ടോ, ആ ഭാവനയ്ക്ക് വ്യത്യാസം വന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യം വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. പക്ഷേ എല്ലാ ഭക്ഷണവും ആരോഗ്യത്തിന് സഹായമാകില്ല. ആരോഗ്യത്തിന് കേടുവരുത്തുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉണ്ട്. അത് ആക്ച്വലി അതിനെ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിൽ എടുത്താറില്ല. ആരോഗ്യം നൽകുന്നത് മാത്രമാണ് ഭക്ഷണം, ദഹിക്കുന്ന എന്തും ഭക്ഷണമല്ല. അങ്ങനെ ആരോഗ്യത്തിന് കേടില്ലാത്ത ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറുന്നു, ആരോഗ്യം കിട്ടും. ഇതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. പക്ഷെ ആ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യം കിട്ടുന്നുണ്ടോ? വിശപ്പ് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ അറിവിനെ അടുത്ത പാർട്ട് എന്താണ്? ആ അറിഞ്ഞ അറിവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പാർട്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ സപ്പോസ് അരിക്ക് മുമ്പുള്ള ഫോം എന്താണ്? നെല്ല്. ആ നെല്ലിനെ കുത്തിയെടുക്കുമ്പോൾ അരി ഉണ്ടാകുന്നു. ഈ അരിയെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. അത് ഉണക്കുന്നു, അത് പൊടിക്കുന്നു, അത് പൊടിച്ച് അത് മാവായിട്ട് കിട്ടുന്നു. ആ മാവിൽ എന്താണ്? ശർക്കരയും നെയ്യും ഈ പറയുന്ന ഉപ്പും ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങയെല്ലാം ആഡ് ചെയ്തെടുത്ത് അതിന് നമ്മൾ അഗ്നിയിൽ വെച്ച് അതിനെ ചൂടാക്കി അല്ലെങ്കിൽ വേവിച്ച് എടുക്കുമ്പോഴെന്താണ്? അത് കഴിക്കാൻ പാകമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറുകയാണ്. എന്നിട്ട് അതിനെ അവനെ കഴിക്കുകയാണ്. അപ്പോൾ അതിനെ കഴിക്കുന്ന സമയത്ത് അത് ശരീരത്തിനകത്തോട്ട് പോകുന്നു, അതിന് ഈ പറയുന്ന വിശപ്പ് മാറ്റുന്നു, ആരോഗ്യം നൽകുന്നു. അപ്പോൾ നേരത്തെ കേട്ട എന്താണ്? വെറും തിയറിയായിരുന്നു. ശരീരത്തിന് ദോഷകരമായ അല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം കിട്ടുമെന്നുള്ള തിയറിയായിരുന്നു. ആ തിയറിയെ നമ്മൾ പ്രാക്ടിക്കലാകാൻ ശ്രമിച്ചപ്പോൾ എന്തെല്ലാം പ്രോസസ്സാണ് അവിടെ നടന്നത്? നെല്ല് അരിയാകേണ്ടി വരുന്നു, അതിനെ കുത്തിയെടുത്ത് അരിയാകേണ്ടി വരുന്നു. നെല്ലിനെ വറുത്ത് പൊടിച്ച് ഒക്കെ എടുത്തപ്പോൾ അത് മാവാകേണ്ടി വരുന്നു. പിന്നെ അത് കുക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ മുന്നിൽ അത് എത്തിയിട്ടാണ് പിന്നെ നമ്മളത് കഴിച്ചപ്പോഴാണ് ഈ പറയുന്ന സംഭവം നടന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിൽ ഈ സത്സംഗമായിരുന്നാലും ഉപദേശമായിരുന്നാലും നമ്മളിൽ ഈ ധാരണ ആയിരുന്നാലും ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോസസ്സിങ്ങിന് വിധേയനാകണം. അതിനെന്താണ്? ഇത് നമ്മൾ സാധനയിൽ കൂടി മാത്രമേ അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ വർക്കൗട്ടാവുള്ളൂ. ആ തത്വം നമുക്ക് ശരിയാവുള്ളൂ, അതല്ലെങ്കിൽ അനുഭവമാവുള്ളൂ. എപ്പോഴും അതാണ് പറഞ്ഞ, കഠിനമായി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളിൽ നടക്കാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. ശ്രമം നടക്കാതെ റിസൾട്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെയും മനസ്സെന്ന് പറയുന്നത് സുഖത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഇതാണ്. സുഖത്തിൻ്റെ വശത്തോടെ ചാഞ്ഞു നിൽക്കുക. അത് ഏത് രീതിയിലുള്ളതും ആകാം.
സുഖത്തിന് വശം. ചിലർക്ക് എന്താണ്, വെറുതെ ഇരിക്കുന്നതാണ് സുഖം, ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് സുഖം. ചിലർക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും സുഖം. ചിലർക്ക് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും സുഖം. ചിലർക്ക് എന്താ പറയാൻ സൈലൻ്റായിട്ടിരിക്കുന്നതായിരിക്കും സുഖം. ഓരോരുത്തർക്കും അവരുടേതായ സുഖത്തിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സുഖത്തിൻ്റെ സൈഡിലോട്ട് ഒരു ഷോർട്ട് കട്ടിൽ കൂടിയൊക്കെ എളുപ്പത്തിൽ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ ജോലി കൊടുക്കുന്നത്, അത് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ മനസ്സ് അങ്ങനെ അത് സുഖം എന്ന് ഒരു ഡെഫിനിഷനിൽ ഇരിക്കുന്ന സമയത്ത് അവന് വർക്ക് കൊടുക്കാൻ നേരത്തെ എന്താണ്, അത് പിന്നെ ആകട്ടെ, ഇപ്പോഴും വേണ്ട, അത് എന്ന് പറഞ്ഞ് അത് നമ്മളെ റിജക്റ്റ് ചെയ്യിപ്പിക്കും, അത് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് സാധന ചെയ്യുന്നവൻ മനസ്സിനെ ശ്രദ്ധിക്കരുത്. മനസ്സ് പലതും പറയും. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കണം എന്ന് നിരന്തരം ഒരു സാധനാ ഗുരു എടുത്തെടുത്തെടുത്ത് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം മനസ്സിൻ്റെ യെസ് കേട്ടുകൊണ്ട് നമുക്കൊരിക്കലും സാധന ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും യെസ് എന്നത് പറയില്ല. അത് നമ്മളൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് സാധനയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഭാവിയിലെങ്കിലും അത് ശരിയായിരുന്നു എന്ന് മനസ്സ് പറയുള്ളൂ. അന്നായിരിക്കും മനസ്സ് പറയുന്നത്, അന്ന് അതിനോട് ഫൈറ്റ് ചെയ്ത് നീ ചെയ്തത് ശരിയായിരുന്നു തന്നെ മനസ്സിൻ്റെ നമ്മളോട് പറയും, അതായിരുന്നു ശരി എന്നുള്ളത്. അപ്പോൾ അത് ഭാവിയിലേ പറയുള്ളൂ. അത് ഈ നിമിഷം അത് മങ്കി മൈൻഡാണ്. അത് അതിൻ്റേതായിട്ടുള്ള സുഖത്തിലിരിക്കാൻ വേണ്ടി, കംഫർട്ടായിട്ടിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എഗനിസ്റ്റായിട്ടാണ് ഒരു സാധകൻ. എപ്പോഴും അവൻ ലോകത്തിനോടല്ല അവൻ എഗനിസ്റ്റായിട്ട് ഇരിക്കുന്നത്, അവൻ്റെ സ്വന്തം, അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അവൻ്റെ സ്വന്തം മനസ്സിൻ്റെ ഓടാണ് അവൻ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ആ മനസ്സിൻ്റെ സുഖവും ഡെഫിനിഷനും ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല. കാര്യം അതിനെ കൺസിഡർ ചെയ്തത് കൊണ്ട് നമ്മൾ എവിടെയാണ് വന്ന് എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. അത് ശരിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അവിടെ തന്നെ നിന്നാൽ മതിയാ എങ്കിൽ ആ മനസ്സ് പറഞ്ഞത് കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്നാൽ അവിടെയല്ല, എനിക്ക് വേറെയും കുറച്ചുകൂടി പോകുവാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എതിർക്കേണ്ടത്, ഇവിടെ എതിർക്കുക എന്ന് പറയുന്നതിന് എന്താ പറയുക, സീരിയസ് ആയിട്ട് ചിന്തിക്കുക, നമ്മളതിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു തള്ളിക്കളയുക എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. സാധന ചെയ്ത് വരുന്നവന് മനസ്സിലാവും. അതിനെ എതിർക്കുക എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടല്ലോ, ആ വൈരാഗ്യം അവിടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സ് പറയുന്ന സുഖം എന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് വിടാതെ അവൻ്റെ ആ ഒരു ടാർഗറ്റ് വൈരാഗ്യ ബുദ്ധിയോടെ അവൻ്റെ ആ കർമ്മം ആ നിഷ്ഠയായിട്ട് ചെയ്യുന്നു. അങ്ങനെ ആരാണോ ചെയ്തിട്ടുള്ളത് അവൻ മാത്രമേ സാധകനായിട്ടുള്ളൂ, അവൻ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ പറയാം. നമ്മളുടെ സങ്കല്പം അതല്ലെങ്കിൽ നമ്മുടെ ധാരണ എത്രമാത്രം ഒരു സാധകന് ഗുണം ചെയ്യുന്നു. വേറെ പലരും ചോദ്യം ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ നമുക്ക് ആ ചോദ്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ബാലു അത് വായിച്ച് തന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും പറഞ്ഞു പോകാൻ. കുറച്ച് പോകാൻ വിദിലേഷിൻ്റെ ചോദ്യം, ഒരു ഭക്തനെ സാധകൻ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഭക്തനും സാധകനും തമ്മിലുള്ള വ്യത്യാസം. മിഥിലേഷിൻ്റെ ചോദ്യം, ഒരു ഭക്തനെ സാധകൻ എന്ന് പറയാൻ സാധിക്കുമോ? ഭക്തനും സാധകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. പൊതുവെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഭക്തൻ. ഈ ഭക്തൻ എന്നുള്ള ഒരു സ്റ്റേജും സാധകൻ എന്നുള്ള സ്റ്റേജും ശരിക്കും രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു പടി മുന്നേ എപ്പോഴും സാധകൻ തന്നെയായിരിക്കും. ഭക്തൻ എന്നുള്ള വാക്കിനെ കാട്ടി ഒരു പടി എന്ന് വെച്ചാൽ ഭക്തൻ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു പദം എന്നുള്ള അർത്ഥമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു വലിയൊരു അവസ്ഥ തന്നെയാണ്. എങ്കിലും ഒരു ഉപാസന, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഉപാസനയിൽ മുന്നോട്ട് പോയി
അവൻ കയറി വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് അത്തരം മേഖലയിൽ നിൽക്കുന്നവരെയാണ് സാധകൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നത്. ഇപ്പോൾ നമ്മളെ രാവണൻ ശിവഭക്തനല്ലേ, രാവണൻ ശിവഭക്തനാണ്, അപ്പം ഭക്തൻ തന്നെയാണ്. അതേസമയം സാധനയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ഈഗോയും കൂടി കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഘട്ടം വരും, ഘട്ടം ഫേസ് ചെയ്യുന്നൊരവസ്ഥ വരും. രാവണനൊന്നും ഭക്തനാണ്, മനസ്സിൽ ഭക്തിയുണ്ട്, ആ മനസ്സിനകത്ത് തന്നെ അവൻ നിലനിർത്തിക്കൊണ്ട് സമർപ്പണ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ആ ഈഗോയെ കളയുക എന്ന് പറയുന്ന ഘട്ടത്തിലോട്ട് അദ്ദേഹം പോയില്ല. അവിടെ വന്നാൽ സ്റ്റോപ്പ് ചെയ്ത് നിന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പരാജയം. സാധകൻ എപ്പോഴും അവൻ്റെ ഉള്ളിൽ ഭക്തൻ്റെ ഒരു അവസ്ഥ വരുന്നു, സറണ്ടർ എന്നുള്ള ഭാവം വരുന്നു. ഭക്തൻ്റെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഒരു സാധകൻ എന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് അവൻ കടക്കും. അവിടെയാണ് ഈ മൈൻഡിനെ ഓവർകം ചെയ്യുക എന്ന് പറയുന്ന ചില തിയറികളുണ്ട്. ആ തിയറിയിലോട്ട് പ്രവേശിക്കേണ്ടത്. അവിടെയാണ് അവന് സാധന ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്, അഡ്വൈസ് അവൻ റിസീവ് ചെയ്യുന്നത്, അത് പ്രാക്ടീസ് ചെയ്ത് അവൻ കയറി വരുന്നത്. അവൻ്റെ മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ മനസ്സിനെ ശ്രദ്ധിക്കാതെ, മനസ്സ് നിലനിൽക്കുമ്പോഴും മനസ്സിനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് എങ്ങനെ പോകാമെന്ന് ഒരു സാധന ഗുരുവിന് മാത്രമേ അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം മേഖലകൾ കൂടി വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാണ്, തയ്യാറാവുന്നവർക്കാണ് ഒരു സാധന ഗുരുവിൽ നിന്ന് അത്തരത്തിലുള്ള അഡ്വൈസുകളെല്ലാം കിട്ടുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് തോന്നുന്നു. വേറെ അടുത്ത ചോദ്യം കുറച്ച് പറഞ്ഞു. ഒരു സാധകൻ ദീക്ഷയ്ക്ക് എങ്ങനെയാണ് യോഗ്യനാകുന്നത്? ദീക്ഷയ്ക്ക് ഈ സംസാര സാഗരത്തിൽ എവിടെ ഡിപ്പെൻഡ് ചെയ്യണം, എവിടെ ശ്രദ്ധിക്കണം? അപ്പോൾ കുട്ടാച്ചൻ്റെ ചോദ്യം, ഒരു സാധകൻ ദീക്ഷയ്ക്ക് യോഗ്യനാവുന്നത് എപ്പോൾ? അടുത്ത ചോദ്യം, ഈ സംസാര സാഗരത്തിൽ എവിടെ ഡിപ്പെൻഡ് ചെയ്യണം, എവിടെ ശ്രദ്ധിക്കണം? അപ്പം ഈ മെറ്റീരിയൽ വേൾഡിൽ അവൻ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, അല്ല എന്തിനെയാണ് എന്നുള്ളത്. ദീക്ഷയ്ക്ക് യോഗ്യനാവുക എന്ന് പറയുന്നത്, ഒരു പൂവ് വിടരുകയാണ്. പൂവ് വിടർന്ന് അതിൻ്റെ പൂർണ്ണത എത്തുമ്പോൾ വണ്ട് വരുന്നു, വണ്ട് അതിൻ്റെ തേൻ നുകരുന്നു, വണ്ട് പോകും. അപ്പോൾ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പൂവ് വിടർന്നത് മറ്റൊന്നിന് വേണ്ടിയിട്ടായിരുന്നു. ആ പൂവിനെ, ഒരു പൂ വിടർന്ന് നിൽക്കുമ്പോൾ എത്രയോ പേര് അതിനെ കാണുന്നു, അത് ആസ്വദിക്കുന്നു. എത്രയോ ഇതേപോലെ ഈ വണ്ട് പോലത്തെ, പൂമ്പാറ്റ പോലത്തെ അവരതിൻ്റെ ഫുഡായിട്ട് അതിനെ കാണുന്നു. അപ്പം അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അതിനു വേണ്ടി മാത്രമല്ല, മറ്റ് പലർക്കും വേണ്ടിയിട്ടായിരുന്നു ആ പൂർണ്ണത അവിടെ ഉണ്ടായത്. അപ്പം ആ ഒരു അവസ്ഥയാണ് ദീക്ഷ സ്വീകരിക്കുവാനും യോഗ്യത ഉണ്ടാകുന്നത്. അതായത് എൻ്റെ ഈ ജന്മം എന്ന് പറയുന്നത് എൻ്റെ മാത്രം പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടല്ല. ഒരു പൂവിനെ പോലെ, ആ പൂവ് ഞാൻ വിടർന്നത് എൻ്റെ ഉള്ളിലെ തേൻ എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് വെച്ചുകൊണ്ടല്ലേ ഇരുന്നത്, എങ്കിലത് മുട്ടായിട്ട് തന്നെ ഇരിക്കും. ആ പൂ വിടർന്നതിൻ്റെ സൗന്ദര്യം അതിനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല, ആ സൗന്ദര്യം അതിനെ ആസ്വദിക്കാൻ പറ്റില്ല, അത് കിട്ടത്തുമില്ല. അതേസമയം അത് വിടർന്ന് നിന്നപ്പോൾ അതിൻ്റെ മനോഭാവം എന്തോന്നാണ്, ഈ എൻ്റെ സൗന്ദര്യമായിക്കോട്ടെ, അതിനകത്തുള്ള തേനായിക്കോട്ടെ, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതാണ് ഒരു
ദീക്ഷയ്ക്ക് യോഗ്യത നേടുന്ന അവസ്ഥയും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം, ആ സാധകൻ അവൻ്റെ മാത്രമായിട്ടുള്ള ഒരു വളർച്ചയും അവൻ്റെ സുഖവും മാത്രമാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ദീക്ഷ സ്വീകരിക്കാൻ പോലും അവന് പറ്റില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ഒണ്ണസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണ ഒരു സറണ്ടർ എന്നുള്ള ഒരു ഭാവം, അത്തരം മേഖലയിലോട്ട് അവൻ വളരുമ്പോഴാണ് ദീക്ഷയുടെ ഇത് ഉണ്ടാകുന്നത്. പിന്നെ എന്തിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഒരു സാധകൻ എന്തിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് ഓരോ സാധകരും അവൻ ചെയ്യുന്ന അവൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു സങ്കല്പം എന്ന് പറഞ്ഞല്ലോ, ഒരു സാധകൻ്റെ ഉള്ളിലുള്ള സങ്കല്പം അനുസരിച്ചിരിക്കും. ചില സാധകർ ഈ പറയുന്ന സത്കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവൻ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജന്മം എന്നുള്ള രീതിയിലായിട്ടായിരിക്കും. അപ്പോൾ സത്കർമ്മം ചെയ്യേണ്ട സാഹചര്യങ്ങൾ, അതിലായിരിക്കും അവൻ ഫോക്കസ് ചെയ്യുന്നത്, അത് ചെയ്യാൻ വേണ്ടി. ചില ആൾക്കാർ അവർ ആ സാധനയെ ഫോക്കസ് ചെയ്യുന്നത് സത്യത്തെ ദർശിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോഴെന്താണ്, എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ ആയിരിക്കും അവൻ അതിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. ചില സാധകർ എന്നിൽ നിന്ന് അന്യമല്ല ഒന്നും എന്നുള്ള ധാരണയിൽ ആ ഒരു ഹാർട്ടിൻ്റെ ലാംഗ്വേജിൽ കൂടി എന്തിലും ആ സന്തോഷവും ആ ഹൃദയത്തിൻ്റെ ആനന്ദവും കാണാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരിക്കും ഫോക്കസ് ചെയ്ത് പോകുന്നത്. അത് ഓരോ വ്യക്തികളും അവൻ ആചരിക്കുന്ന സാധന ക്രമത്തിൽ നിന്ന് അവനിൽ വരുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ആധ്യാത്മികത എന്ന് പറയുന്നത് സ്വയം പ്രാക്ടീസ് ചെയ്ത് അവൻ തന്നെ അവൻ്റെ ഉള്ളിലൊരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ വ്യൂവിലാണ് പോകേണ്ടതെന്നാണ്. ആധ്യാത്മികത ആരും ആരുടെയും ഫോളോവർ ആവേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം ഒരു കാഴ്ചപ്പാട് അവൻ നേടിയെടുക്കണമെന്നാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് സാധന ഗുരുവിനോട് ചോദിക്കേണ്ടത്. കാര്യം അത് അവൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആ കാഴ്ചപ്പാടിന് നിന്നുണ്ടായ ചോദ്യമാണ്. ആ ഉത്തരം ഗുരു അവന് കൊടുക്കുകയും ചെയ്യും ആ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട്. അപ്പോഴാണ് അവന് ക്ലാരിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു. രാജീവ്, മനസ്സിൻ്റെയും വിവേകത്തിൻ്റെയും ഭാഷ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പോൾ രാജീവ് ചോദിച്ച ചോദ്യം മനസ്സിൻ്റെയും വിവേകത്തിൻ്റെയും ഭാഷ അല്ലേ, അതാ ചോദ്യം. മനസ്സിൻ്റെ ഭാഷയും വിവേകത്തിൻ്റെ ഭാഷയും എങ്ങനെ മനസ്സിലാക്കാം? നല്ല ചോദ്യമാണ്. കാരണം നമുക്കറിയാം, പാലിൽ തന്നെയാണ് തൈരിരിക്കുന്നത്, ആ പാലിൽ തന്നെയാണ് വെണ്ണ ഇരിക്കുന്നത്, ആ പാലിൽ തന്നെയാണ് നെയ്യും ഇരിക്കുന്നത്. ഇതെല്ലാം ആ പാലിനകത്തും ഉണ്ട്. അതിൻ്റെ സാഹചര്യവും പ്രോസസ്സിങ്ങും കാരണം ഇതിൽ ഓരോന്നും പ്രകടമായിക്കൊണ്ടിരിക്കും. അപ്പോൾ പാലിൽ നിന്ന് തൈരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ തൈരിൽ നിന്ന് പാലിലോട്ട് തിരിച്ചു പോകുവാൻ പാടാണ്. അത് ഒരു പ്രോസസ്സിൻ്റെ വിധേയമായി വേറെ അവസ്ഥയിലോട്ട് എത്തി. വീണ്ടും പ്രോസസ്സിന് വിധേയനാക്കി കഴിഞ്ഞാൽ വേറെ അവസ്ഥയിലോട്ട് പോകും, പിന്നീട് വീണ്ടും അത് വേറെ അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതേപോലെ നമ്മുടെ ഉള്ളിലും മനസ്സിൻ്റെ ലോകത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിക്കാൻ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. അതേ മനസ്സിൽ തന്നെ ഒരു വിവേകത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് മനസ്സ് പറയുന്നതെല്ലാം വിവേകത്തിന്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുന്നു, ആ ഡോക്ടർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറുടെ അടുത്ത് കാണിക്കുന്നു, എന്നിട്ട് കൺഫേം ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടല്ലോ. സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും നമ്മൾ വിവേകത്തിന് കൊടുക്കണം. ഒരു വ്യക്തി ആ മനസ്സ് പറയുന്നത് പോലെ ചെയ്യുന്നു, മനസ്സ് പറയുന്നത് പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നത് അത് വിട്ടിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ പോലെ വിവേകത്തിന് കൊടുത്താൽ ആ വിവേകം നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് ശരിക്കും നമ്മൾ ശരിയെന്ന് ചിന്തിച്ചതിന് വിരുദ്ധമായിരിക്കാം. അപ്പോഴാണ് ഒരു പൊളിച്ചെടുക്കൽ
നമുക്ക് സംഭവിക്കുന്നത്. ഓരോ സാധകനും അത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. മനസ്സ് പറയുന്നതിനെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളൊരു വിവേകം വിട്ടുകൊടുക്കുകയും ആ വിവേകം തരുന്നതിനെ നമ്മൾ ക്ഷമയോടെ അല്ലെങ്കിൽ ഒരു 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 ആ സറണ്ടർ മനോഭാവത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ചോദ്യം വിവേകത്തിന് ചോദിക്കാനും പറ്റുള്ളൂ, ആ വിവേകം നമുക്ക് തരുന്ന ഉത്തരം നമുക്ക് റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ആ മനസ്സിൽ നിന്ന് വിട്ട് നമുക്ക് വിവേകത്തിലോട്ട് നമ്മൾ കൊടുക്കുവാൻ നമുക്ക് പറ്റണം. സെക്കൻഡ് ഓപ്ഷൻ ഒപ്പീനിയൻ എന്നുള്ള കൊടുക്കാൻ പറ്റണം. അതിന് അത്രമാത്രം നമ്മളിൽ എന്ത് വേണം? പേഷ്യൻസ് വേണം, ക്ഷമ വേണം. ഈ ക്ഷമയൊക്കെ എങ്ങനെയാണ് കിട്ടുക? അതും ബൈ പ്രാക്ടീസ്. പ്രാക്ടീസ് അത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പ്രായമുള്ളൊരു സാധന ചെയ്യുന്നൊരമ്മ. പലർക്കും അറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് ആധ്യാത്മിക മണ്ഡലത്തിൽ നിൽക്കുന്ന പല ആൾക്കാർക്ക് അമ്മയെ അറിയാം. ഓമനമ്മ എന്ന് പറയുന്നൊരമ്മ. ഇന്നലെയും കൂടെ നമ്മൾ ആ അമ്മയെ വിസിറ്റ് ചെയ്തു. അമ്മയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു, ഭക്ഷണവും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വന്നതാണ്. അപ്പോൾ അമ്മയുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഒത്തിരി പറയും. അതിൻ്റെ ഭാഗമായിട്ട് അമ്മ പറഞ്ഞ ഒരു ഇതാണ്. ആ അമ്മ KSEB ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന അമ്മയാണ്. നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന അമ്മയാണ്. അതേസമയം ജോലി ചെയ്യുന്ന സമയം തന്നെ വീട്ടിൻ്റെ കാര്യം, അതും ഒരു കൂട്ടുകുടുംബത്തിൽ താമസിച്ചിരുന്നതാണ്. ഈ അമ്മ തിരുവനന്തപുരം നേറ്റിക്കര താമസിക്കുന്ന അമ്മ ചെങ്ങന്നൂർ വരെ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസവും വീട്ടിൽ നിന്ന് രാവിലെ എഴുച്ച് 6:15 ട്രെയിനിൽ പോയി ജോലി കഴിഞ്ഞ് കറക്റ്റായിട്ട് ട്രെയിൻ കിട്ടിയാൽ 6:30 ആകുമ്പോൾ തിരിച്ച് വൈകുന്നേരം 6:30 തിരിച്ച് അല്ലെങ്കിൽ 7 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ആ എത്തിയതിന് ശേഷം എന്താണ്, ഈ വീണ്ടും രാത്രിയുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു, വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കുന്നു, വൃത്തിയാക്കുന്നു, പിറ്റേ ദിവസം രാവിലെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ വരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇത് ഇന്നെന്ന് വെച്ചാൽ ഒരു ഫാമിലിയുടെ ഒരു കുടുംബത്തിൻ്റെ മാത്രം നോക്കാൻ തന്നെ പലർക്കും വയ്യ. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിൽ 10-14 പേര് 15 പേരോളം ഉള്ള വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഈ സ്വന്തം ഡ്യൂട്ടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയയിലുള്ള ഈ ഇരുമ്പ് അടിച്ച് തീയിലിട്ട് ചൂളയിലിട്ട് അങ്ങ് ചൂടായി പഴുത്ത് അതിൽ കിട്ടിയ അടിയിൽ കൂടി ആ എക്സ്പീരിയൻസിൽ കൂടി നേടിയെടുത്ത ഒരു ക്ഷമ ഉണ്ട്. അപ്പം എല്ലാവരുടെ ലൈഫിൽ ഇതേപോലത്തെ വലിയ തനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ വരും. പക്ഷെ അതിനെ അതിജീവിക്കുക. ഈ പറ്റില്ല എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മൈൻഡിൻ്റെ ലിമിറ്റേഷനകത്ത് നിന്നിട്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. മൈൻഡ് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, നമ്മളുടെ മനസ്സ് ഒരു ചെറിയ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് പറ്റില്ല എന്നുള്ളത് വരുന്നത്. ഒരു ആധ്യാത്മികതയിൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു വാക്കേ ഇല്ല. സ്പിരിച്വൽ ഡിക്ഷണറിയിൽ പറ്റില്ല എന്ന് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. മൈൻഡ് ഉള്ളിടത്താണ് ഇമ്പോസിബിൾ വരുന്നത്. എല്ലാ പോസിബിൾ മാത്രമാണ് സ്പിരിച്വാലിറ്റിയിലുള്ളത്. മനസ്സിലായില്ലേ? സ്പിരിച്വാലിറ്റിയിൽ പോസിബിൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് ഇപ്പം പ്രഹ്ലാദൻ തൂണിലില്ലേ എന്ന് പറയുന്നു, ഉണ്ട്. പൊട്ടിച്ച സമയത്ത് അവിടെ നിന്ന് അദ്ദേഹം വന്നു. 3 അടി മണ്ണ് വേണമെന്ന് പറയുന്നു. അപ്പം 3 അടി മണ്ണ് കൊടുത്ത് എന്താ കുഴപ്പമെന്ന് ചിന്തിച്ചു. പക്ഷെ കൊടുത്തപ്പോഴും അപ്പോൾ ഇമ്പോസിബിളെന്ന് ചിന്തിച്ച പലയിടത്തും. ഇപ്പോൾ കൃഷ്ണൻ്റെ അവതാര സമയത്ത് ഇത്രാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊണ്ടുവന്ന് കാരാഗൃഹത്തിലിടുന്നു, ഓരോന്നിനെ കൊല്ലുന്നു. ഇതെല്ലാം ചെയ്തിട്ടും വരേണ്ടത് വന്നു. പരീക്ഷിത് മഹാരാജാവ് മരണത്തിൻ്റെ ഇത് പറയുന്നു. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും അവിടെ ആ മരണം നടന്നു. അപ്പോൾ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇമ്പോസിബിൾ എന്ന് പറയുന്ന മൈൻഡിന് മാത്രമാണ്. സ്പിരിച്വാലിറ്റിയിൽ എല്ലാം പോസിബിളാണ്. അതെങ്ങനെ പോസിബിളായെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്ന് നമുക്ക് തോന്നിപ്പിച്ച മൈൻഡ് എന്ന് പറയുന്നൊരു കോട്ട കെട്ടിയേക്കില്ലേ, ആ കോട്ടയെ തകർത്ത് മാറ്റി അവൻ പുറത്തോട്ട് ചാടുന്നവനാണ് ആ പോസിബിലിറ്റീസ് അവൻ തിരിച്ചറിയുന്നത്.
അവനാണ് അത് തിരിച്ചറിയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അമ്മയ്ക്ക്, ആ ഓമനാമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് ഇന്ന് ആധ്യാത്മികപരമായിട്ട് പല കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ലൈഫിൽ ആ അമ്മ പ്രാക്ടീസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്, സാധനപരമായിട്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. അത് സ്വധർമ്മമാകാം, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ എന്തും ആകാം. അതിൽ നിന്ന് കിട്ടിയ പേഷ്യൻസ് ഉണ്ടല്ലോ, സഹനത ഉണ്ടല്ലോ, അതിൽ ആ സഹനതയാണ് തന്നിലുള്ള വിവേകത്തിൻ്റെ കോൺവെർസേഷൻ ശ്രദ്ധിക്കുവാനുള്ള ഒരു കപ്പാസിറ്റി കൊടുത്തത്. ആ ഒരു ക്വാളിറ്റിയാണ് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഈ പറയുന്ന പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്വാളിറ്റി അവന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ സാധന ചെയ്തിരിക്കണം, മൈൻഡുമായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കണം. ഈ രണ്ട് കാര്യവും അവൻ എത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ പെട്ടുപോയി. അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നത് മാത്രമേ ഇത് കിട്ടുള്ളൂ. മനസ്സിലായി? നമ്മൾ ഈ പണ്ടത്തെ ഈ ബ്രിഗ് ഗെയിം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഓരോ ലെവൽ കഴിയുമ്പോഴാണ് നമുക്ക്, പണ്ട് ബ്രിഗ് ഗെയിം കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഓരോ ലെവൽ കഴിയുമ്പോൾ എന്താണ് അഡീഷണൽ അതിലൊരു ബനാന അല്ലെങ്കിൽ ആപ്പിൾ എന്തെങ്കിലും നമുക്ക് ഓഫർ കിട്ടും. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ ലെവൽ താണ്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ചില ബോണസുകൾ കിട്ടുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ മിറാക്കിളെന്നോ എക്സ്പീരിയൻസ് എന്നോ. അത് പിന്നെ ഉള്ള സഞ്ചാരത്തിന് ആ കിട്ടിയ ബോണസ് ഉണ്ടല്ലോ, ആ കിട്ടിയ ഗിഫ്റ്റുകളുണ്ടല്ലോ, ആ ഗിഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാജീവിന് ഒരു പോയിൻ്റ് പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കെത്ര 5:50 ഇനി കുറച്ച് സമയം കൂടി. ഇനി അടുത്ത ചോദ്യം. കുറേ എഴുതിയിട്ടുണ്ട്, അതിന് കുറച്ച് 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കാഞ്ചനമ്മയുടെ ചോദ്യം ഇതിൽ വിശാലമായി കിടപ്പുണ്ട്. അപ്പം ബാലു അതിന് ഒന്ന് ചുരുക്കി 1-2 ക്വസ്റ്റ്യൻസ് പറയും. അപ്പോൾ അത് നമുക്കൊന്ന് പറയാൻ നോക്കാം. നോളജ് ആൻഡ് വിസ്ഡം തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഒരു ചോദ്യം, എന്താണ് നോളജും എന്താണ് വിസ്ഡവും, അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിശ്വാസവും വിവേകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വിശ്വാസവും വിവേകവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ. വികാരങ്ങളിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം? വികാരങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം. ശരി. അപ്പം ബാലു ഇതിനെ ഒരു ചുരുക്കി പറഞ്ഞതാണ്. നോളജും വിസ്ഡവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ വികാരങ്ങളിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, വിശ്വാസവും വിവേകവും തമ്മിൽ ഉള്ള ബന്ധം എന്ത്? അത് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് കൂടി ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഒരു വീട്ടിൽ ഒരു അച്ഛൻ അവൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് നല്ലൊരു ബെഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ കുഞ്ഞ് വന്ന് നോക്കിയപ്പോൾ, സ്കൂളിൽ വിട്ട് വന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുറിയിൽ നല്ലൊരു ബെഡ് ഇരിക്കുന്നു, നല്ല സ്പോഞ്ചായിട്ടുള്ള ബെഡ് ഇരിക്കുന്നു. അപ്പം അവൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവൻ രാത്രിയുടെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവന് പുതിയ ബെഡ്ഷീറ്റ് ഇതെല്ലാം കിട്ടി, പില്ലോ എല്ലാം കിട്ടി. അവൻ വളരെ ഹാപ്പി ആയിട്ട് വന്ന് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ആ കുഞ്ഞ് ഉറങ്ങി അങ്ങനെ പോയി, നല്ല ഡീപ്പ് സ്ലീപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പോയിരുന്ന സമയത്ത് ഏതോ സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. അപ്പം ആ കാണുന്ന സ്വപ്നം എന്തെന്ന് വെച്ചാൽ, ഇവൻ പോകുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാട്. ഇവൻ ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള മലകൾ കാണുന്നുണ്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികൾ കാണുന്നുണ്ട്, പൂക്കൾ കാണുന്നുണ്ട്, പൂമ്പാറ്റകൾ കാണുന്നുണ്ട്, അരുവികൾ കാണുന്നുണ്ട്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുകൾ, ഉരുളൻ കല്ലുകൾ കാണുന്നുണ്ട്, പുൽത്തകിടികൾ കാണുന്നുണ്ട്. ഓടിച്ചാടി കളിച്ച് അവൻ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവൻ ആ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ പക്ഷികൾ അവന് ചുറ്റും വന്നിരുന്ന് വലിയ വലിയ മരത്തിലുള്ള ഭക്ഷണം, അതിലുള്ള കായ്കനികളെല്ലാം കഴിക്കുന്നുണ്ട്, ഇവന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ആ കാട്ടിനകത്തൂടി ഇങ്ങനെ നടക്കുകയാണ്. കാറ്റ് കൊള്ളുന്നു, ഇതെല്ലാം പോയപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി, ഈ കുഞ്ഞ് നോക്കിയപ്പോൾ മുന്നിലൊരു സിംഹം വന്നിരിക്കുന്നു.
ഇത് കണ്ടപ്പോൾ കുഞ്ഞ് പേടിച്ചു. കുഞ്ഞ് പേടിച്ചിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞ് ഓടിയപ്പോൾ ഈ സിംഹവും പുറകെ നിന്ന് ഓടി. അപ്പോൾ യവൻ വളരെ സ്പീഡിൽ ഓടി. അവൻ ഇനി എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നും അറിയില്ല. നോക്കിയപ്പോഴും മുന്നേ ഒരു വലിയ മരം കണ്ടു. ഈ മരത്തിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് മരത്തിലൊന്ന് കയറുകയാണ്. വളരെ സ്പീഡിൽ അവൻ പറ്റുന്ന രീതിയിലെല്ലാം പിടിച്ച് കൊമ്പിലൊക്കെ ചവിട്ടി കയറി ഏകദേശം ഇങ്ങനെ കയറി ഒരു ബ്രാഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ താഴെ നോക്കിയപ്പോൾ ഈ സിംഹം ഈ മരത്തിൻ്റെ മൂട്ടി വന്നിട്ട് മുകളിലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ വന്യമൃഗങ്ങളല്ലേ, അതിന് ഏത് മരത്തിനും കയറാൻ പറ്റും. ഈ കുഞ്ഞ് പേടിച്ചിട്ട് എന്ത് ചെയ്തു? വീണ്ടും മുകളിലോട്ട് കയറാം. ഈ കാര്യം ഇത് കയറി വന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കും. അപ്പോൾ ഇത് വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. അതിന് പാടാണ്, എന്നാലും അവൻ കയറാൻ ശ്രമിക്കണം, കാര്യം ജീവൻ രക്ഷപ്പെടണമല്ലോ. അങ്ങനെ കയറാൻ നോക്കിയപ്പോഴും ഏറ്റവും മുകളിൽ ഒരു വലിയ പെരുമ്പാമ്പിരിക്കും. ഈ പെരുമ്പാമ്പ് കുഞ്ഞിനെ കണ്ടിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് വരും. അപ്പോൾ അറ്റ് എ ടൈം എന്താണ് അവിടെ കാണുന്നത്? താഴെ സിംഹം മുകളിലോട്ട് കയറാൻ നോക്കുന്നു, മുകളിലിരിക്കുന്ന പെരുമ്പാമ്പ് കുഞ്ഞിനെ കണ്ടിട്ട് താഴോട്ട് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യും? രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? ചാടണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? കുഞ്ഞ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരണം. അതേ ഉള്ളൂ. ഉറങ്ങുമ്പോഴാണ് ഈ പറയുന്ന തന്നെ അറ്റാക്ക് ചെയ്യുന്ന പലതും അവൻ അപ്പോൾ ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതും നമ്മളിതെല്ലാം വൃഥാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ എന്താണ്? ഇല്യൂഷൻസിനോടെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഉണരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് വന്നാൽ മാത്രമേ അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ കുഞ്ഞ് ഉണർന്നപ്പോൾ അവിടെ പെരുമ്പാമ്പും ഇല്ല, സിംഹവും ഇല്ല, കാടും ഇല്ല, പെട്ടുപോയെന്നുള്ള അവസ്ഥയില്ല, ഒന്നുമില്ല. ഉണർന്നപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്തയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇതാണ് വിസ്ഡം. ഇതാണ് ഉണരുമ്പോൾ കിട്ടുന്ന ഒരറിവ്. അതേസമയം ആ ഉറക്കത്തിൽ, ആ കണ്ട സ്വപ്നത്തിൽ എന്താ പറയാൻ, കയ്യിലൊരു പന്തം കൊളുത്തിയാൽ പാമ്പ് പേടിച്ച് മാറിപ്പോകും, ഈ പറയുന്ന സിംഹം ഓടിപ്പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം നോളജ് എന്നുള്ള അർത്ഥത്തിലെടുക്കണം. അപ്പോൾ പന്തം കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോകുന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അവിടെ ഉണരുമ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വിസ്ഡം അവിടെ വർക്കൗട്ട് ആവുന്നില്ല. സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും അങ്ങനെ നമുക്ക് കാണിച്ചെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് പറഞ്ഞൊരു നോളജായിരുന്നു. പക്ഷേ സാധനയിൽ കൂടി അത് പ്രോസസ്സ് ചെയ്ത് അവൻ ചെയ്ത് എത്തുമ്പോൾ അവന് കിട്ടിയത് അവന് വിസ്ഡമാണ്. വിസ്ഡവും നോളജ് എപ്പോഴും അത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ അടുത്ത ചോദ്യം അതിലെന്തായിരുന്നു കണക്ട് ചെയ്ത്? വിവേകമല്ല, വികാരങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം. ഓക്കെ, വികാരങ്ങളിൽ നിന്ന് പുറത്തുകടക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ, മനസ്സെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ നിന്ന് അതിൻ്റെ എക്സ്പ്ലനേഷനും ഇൻ്റർപ്രട്ടേഷനിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ വികാരത്തിൽ തന്നെ നമ്മൾ പെട്ടുപോകും. മനസ്സ് അല്ലാതെ എന്നെ സ്വാധീനിക്കുന്നത് മനസ്സ് മാത്രമല്ല എന്ന് പറയുന്ന ഒരു ഫാക്റ്റുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു സാധകൻ ശ്രമിക്കണം. ഞാൻ നിലനിൽക്കുന്ന മനസ്സുള്ളതുകൊണ്ട് മാത്രമല്ല എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി അറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് അവിടെ മനസ്സിനപ്പുറമുള്ള ഒരു ലോകം, എന്നിൽ ഇൻഫ്ലുവൻസ്, എന്നിലുള്ള ഒരു ലോകത്തെ പറ്റി ഒരു സാധകൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ റിയലൈസ് ചെയ്ത് വരുമ്പോഴാണ് വികാരങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമാണ് അത്ര മേഖല ആ ഒരു വേറൊരു പന്താവിലോട്ട് അവൻ സഞ്ചരിച്ചു തുടങ്ങുന്നത്. ഇനി ഏതെങ്കിലും ചോദ്യം? ചോദിച്ചു
പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഇത് നല്ലൊരു ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം അങ്ങനെ ആരാണെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പം ബാലു പറയുന്നത് നമുക്കിതിലിപ്പം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ബാലു പറയുന്ന ക്വസ്റ്റ്യൻ കേട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരാൾ അതിൽ ചോദിച്ചേക്കുന്നു, നല്ലൊരു ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം? അത് നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ്. നല്ലവന് മാത്രമേ നല്ലൊരു ഗുരുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം നല്ലവനാവുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. നല്ലവനാകുമ്പോൾ അവന് നല്ലൊരു ഗുരുവിനെ കിട്ടും. കാരണം കണ്ണാടി മുന്നിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ കാണുന്നത് നമ്മളെയാണ്, അല്ലേ? നമ്മുടെ പ്രതിബിംബത്തിനെയാണ് നമ്മൾ കാണുന്നത്. അത് ഞാനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ഒരു സ്വാഭാവികതയാണ് ഒരു ഗുരുവിൻ്റെ മുന്നിൽ ചെന്ന് എത്തിപ്പെടുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന അവസ്ഥ. ഇത് എൻ്റെ ഗുരുവാണ് എന്ന് പറയുന്ന കാര്യം അവിടെ ആ ഒരു എനർജി കണക്റ്റാവും. അവിടെ ആ ഒരു ഫീല് വരും. അതവിടെ സംഭവിച്ചിരിക്കും. അത് നമ്മുടെ മൈൻഡോ നമ്മുടെ ഇൻ്റലക്ച്വലോ ഒന്നുമല്ല. അത് പിന്നെ ഇതാണ്, അങ്ങനെയാണ്, അതല്ല എന്ന് പറയുന്ന അതൊന്നും മൈൻഡിൻ്റെ ഇൻ്റലക്ച്വൻ്റെ ഡ്യൂട്ടിയല്ല. അവർക്ക് ഇതിലൊരു യാതൊരു കണക്ഷനില്ല. ആ സോൾ ടു സോൾ കണക്ഷനാണ്. ആ നമ്മുടെ ഉള്ളിലുള്ള സോളും ആ ഗുരുവിലിരിക്കുന്ന സോളും കണക്റ്റ് ആവും. അവർ തമ്മിലുള്ള ബന്ധമാണ്. ആ സോളാണ് സെർച്ച് ചെയ്തത്. ഈ ഗുരു എന്ന് പറഞ്ഞ സോളിനെ സെർച്ച് ചെയ്തു. ആ സോളാണ് കണ്ടുമുട്ടിയത്. അതാണ് കണക്ട് ചെയ്തത്. അവിടെ മനസ്സിനോ നമ്മുടെ ലോജിക്കിനോ ഒന്നിനും ഒരു പ്രസക്തിയില്ല. അത് സ്പിരിച്വാലിറ്റിയുടെ നമ്മൾ കുറേ കൂടി ഉള്ളിലോട്ട് പോകുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നതാണ്. തുടക്കത്തിലാണ് നല്ല ഗുരു ആര് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. നമ്മൾ നല്ലവരായാൽ നല്ലൊരു ഗുരുവായിട്ട് കണക്റ്റ് ആവും. അതവിടെ സംഭവിച്ചിരിക്കും. സമയം അതിക്രമിച്ചു പോകുന്നു. കറക്റ്റ് 1 hour-ആയി. എന്നാലും നമ്മൾ ഒരു സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സത്സംഗത്തിന് വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിൽ പോകാം. അപ്പം ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി കൂടെ പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകാം. ഒരിടത്ത് ഒരു ദൈവീകമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി പ്രഡിക്ഷൻസ് ചെയ്യാൻ സാധിക്കും. കുറേ അയാൾക്ക് ഇൻഡ്യൂഷൻസുകൾ വരും. അങ്ങനെ കുറേ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു കാട്ടിനകത്തോട്ട് നടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ ഒന്ന് തട്ടി. അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു കട്ടിയുള്ളൊരു സാധനം മണ്ണിലിങ്ങനെ പൊന്തിയിരിക്കുന്നു. അത് കല്ലല്ല, പാറയല്ല. അപ്പോൾ പിന്നെ ഇതെന്താണ് എൻ്റെ കാലിൽ തട്ടിയത്? നല്ല കട്ടിയുമുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോൾ തലയോട്ടിയാണ്. ഒരാളുടെ തലയോട്ടി. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ചെറിയൊരു കഴിവുണ്ടെന്ന് വെച്ചാൽ, ഇത് സ്റ്റോറിയാണ്, നമ്മൾ ആ സ്റ്റോറിയുടെ കാഴ്ചപ്പാടെടുക്കാം. തലയെടുത്ത് വായിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം കയ്യിൽ കിട്ടിയ തലയോട്ടി എടുത്തിട്ട് ഇയാളുടെ ഒരു എന്താ പറയാൻ, എന്തായിരുന്നു അവസ്ഥ, ഇയാളുടെ ലൈഫ് എന്തായിരുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ തലയോട്ടിയെ എടുത്ത് അയാളിങ്ങനെ നോക്കി. അപ്പോൾ തലയോട്ടി നോക്കിയപ്പോൾ അയാൾ 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ആ തലയോട്ടി. അതിൽ ഒന്നെന്ന് പറയുന്നത് ജന്മന നിത്യദാരിദ്ര്യം. രണ്ടാമത് എഴുതിയിരുന്നത് ദശവർഷേ ബന്ധനം. മൂന്നാമത് എഴുതിയിരുന്നത് സമുദ്രമധ്യേ മരണം. നാലാമത് എഴുതിയിരുന്നത് ശേഷം കിഞ്ചിത് ഭവിഷ്യന്തി. അതായത് കിഞ്ചിത് ശേഷം ഭവിഷ്യന്തി, കുറച്ചുകൂടെ അനുഭവിക്കാൻ കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ജന്മനാ നിത്യദാരിദ്ര്യം. വളരെ കഷ്ടം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ജന്മം എടുക്കേണ്ടി വന്നല്ലോ. ജനിച്ചപ്പോഴേ ദാരിദ്ര്യ അവസ്ഥയിൽ ജനിക്കേണ്ടി വന്നു.
ഈ ദാരിദ്ര്യത്തിൽ അനുഭവിച്ച് അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന ഒരവസ്ഥയിൽ പോലും തടങ്കൽ കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ജീവൻ തന്നെ തടങ്കൽ കിടക്കേണ്ട അവസ്ഥ. ഇതെല്ലാം അനുഭവിച്ച് കൂട്ടിയിട്ടും മരണം പോലും മനസ്സമാധാനമില്ല. ഉപ്പുവെള്ളം കുടിച്ച് ചാവേണ്ടി വന്നു, സമുദ്രത്തിൻ്റെ നടുക്ക് വീണ് അങ്ങനെ മരിച്ച് പോവേണ്ടി. ഒരു വല്ലാത്തൊരു ജന്മം തന്നെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. കഷ്ടം തന്നെ നോക്കട്ടെ. പക്ഷെ ആ 4ാമത്തെ പോയിൻ്റാണ് അതിന് അതിശയം തോന്നിയത്. ഇനിയും കുറച്ചുകൂടെ അനുഭവിക്കാറുണ്ട്. അപ്പോൾ ഇയാൾക്ക് അതിൽ അത്ഭുതം തോന്നി. കാരണം ഈ വ്യക്തി മരിച്ചു, ശരീരം ഉപേക്ഷിച്ചു, ബാക്കി എല്ലുകൾ പോലും ഇല്ല, ഇപ്പോൾ തലയോട്ടി മാത്രമുണ്ട്. ഇനിയും കുറച്ച് അനുഭവിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ പൊതിഞ്ഞ് പറക്കി വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ തലയോട്ടിയെ കൊണ്ട് വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് എവിടെ സൂക്ഷിക്കും എന്നാലോചിച്ചത് വീട്ടിൻ്റെ പുറത്ത് ഒരു അത്യാവശ്യം ഒരു പൊക്കമുള്ള ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ മുകളിൽ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ ഇതിനെ പൊതിഞ്ഞ് കൊണ്ട് അവിടെ വെച്ചു. എന്നിട്ട് എല്ലാ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ എന്താണ് ആ തലയോട്ടിക്ക് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്ന് അതിൽ വലിഞ്ഞു കയറി ഇതൊന്ന് തുറന്നു നോക്കുന്നു, ഇത് അടച്ചു അങ്ങനെ വയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാ ദിവസവും ഇദ്ദേഹം ചെയ്യണം. അപ്പോൾ ഓരോ ദിവസം നോക്കും തോറും ആ തലയോട്ടിക്ക് വേറൊരു കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വായിക്കാൻ തലയെഴുത്ത് വായിക്കാനുള്ള കഴിവുണ്ടല്ലോ, ആ കഴിവിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയി നോക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഇതായപ്പോൾ ഭാര്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇയാൾ എന്തിനാണ് ഈ രാവിലെ എണീറ്റ് ഈ മരത്തിൽ കയറി അതിൽ എന്താണ് ചെയ്യുന്നത്? പ്ലാവിൽ ചക്ക പോലും ഇല്ല, ചക്കയുടെ സീസണും അല്ല, വീട്ടിൽ വേറെ ആടോ ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ വേറെ ഈ കുഴ വെട്ടേണ്ട ആവശ്യവുമില്ല. പിന്നെ ഇയാൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവർ ഒളിച്ച് നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ കയറി അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ ഇരുന്നിട്ട് ആ ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞില്ല, ആ ഹോളിനകത്ത് കൈയിടുന്നു, എന്തോ ഒരു സാധനം എടുക്കുന്നു, ഇയാൾ നോക്കുന്നു, അയാൾ വയ്ക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാൾ ഈ ഞാൻ അറിയാതെ എക്സ്ട്രാ പൈസ എന്തെങ്കിലും ഇയാൾ ശേഖരിച്ചിട്ടുണ്ടാവും, അത് ഞാൻ കാണാതെ കൊണ്ട് ഒളിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പം അദ്ദേഹം പോയ ശേഷം അത് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരിക്കൽ പുറത്ത് പോയ സമയത്ത് ഇവർ ഏണി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൽ വലിഞ്ഞ് കയറി. വേറെ ആരെയും ഹെൽപ്പിന് വിളിക്കാൻ പറ്റില്ലല്ലോ, വിളിച്ച് അവർക്ക് ഷെയർ കൊടുക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് ആരോടും പറയാതെ ഇവരിങ്ങ് കയറി. ഇവർ കയറി നോക്കിയപ്പോൾ അതിനകത്തൊരു പാക്കറ്റുണ്ട്. ആ പാക്കറ്റിനകത്ത് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരത് പെട്ടെന്ന് എടുത്ത് ഒരു കവറിനകത്താക്കിയിട്ട് പെട്ടെന്ന് താഴെ നിറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ തട്ടി നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഇതെന്തോ ഒരു കുടമാണ്, കുടത്തിനകത്തായിരിക്കും വെച്ചിരിക്കുന്നുള്ളതിലാണ് നോക്കുന്നത്. എന്നിട്ട് ഇവരിത് ഇങ്ങനെ ആ കവറിനകത്ത് തന്നെ പെട്ടെന്ന് കൈയിട്ട് ആ കുട എടുക്കാൻ തന്നിട്ട് എടുത്തപ്പോൾ വിരൽ രണ്ടും അകത്തോട്ട് പോയി. തലയോട്ടിയുടെ കണ്ണിൻ്റെ ഹോളിൽ കൂടിയാണ് വിരൽ പോയത്. അപ്പോൾ ഇവർക്ക് ഇത് കുടമല്ലെന്ന് മനസ്സിലായി. ഇവർ പെട്ടെന്ന് അത് എടുത്ത് നോക്കിയപ്പോൾ തലയോട്ടി. ഇവർ പേടിച്ചിട്ട് ഈ തലയോട്ടി അങ്ങ് തറയെ തള്ളിയിടും. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ്, ഇത് ആരുടെ ആയിരിക്കും ഈ തലയോട്ടി? എല്ലാ ദിവസവും എൻ്റെ ഭർത്താവ് ഇത് കയറി ഇത് തുറന്ന് നോക്കി ഇങ്ങനെ നോക്കിയിട്ട് ഇത് അവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേറെ ആരുമല്ല, ഇദ്ദേഹത്തിൻ്റെ മുൻ കാമുകിയുടെ ആയിരിക്കും. ആ കാമുകിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല, ഏതോ ഒരു കാരണത്താൽ അവർ മരണപ്പെട്ടിട്ടുണ്ടാവും. ആ മരിച്ചുപോയ കാമുകിയുടെ തലയോട്ടി പോലും അയാൾ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സ്നേഹം അവരോട് ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഉണ്ടായിട്ട് പോലും അയാൾക്ക് കാമുകിയുടെ സ്നേഹം മറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ദേഷ്യം വന്നു. ഇവരെന്ത് ചെയ്തു? നേരെ വീടിനകത്ത് പോയി. വീടിനകത്ത് പോയിട്ട് വലിയ ഒരു ചുറ്റിക കൊണ്ടുവന്ന് ഈ തലയോട്ടി അടിച്ച് പൊട്ടിച്ച് ഭസ്മമാക്കി. എന്നിട്ട് അതിനെ കൊണ്ടുപോയി, അവർക്ക് ആ ദേഷ്യം തീരുന്നില്ല, പുഴയിൽ കൊണ്ടുവന്ന് വിതറി. എന്നിട്ട് അവരങ്ങനെ വീട്ടിലങ്ങനെ ദേഷ്യത്തിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒന്നും അറിയുന്നില്ല. ഇവരവരുടെ ദേഷ്യമായ മനോഭാവത്തോടെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആയി. ഇയാൾക്ക് രാത്രി ഭക്ഷണം കിട്ടുന്നില്ല. പിറ്റേ ദിവസം രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. പക്ഷേ ഇയാൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഇയാൾ മുകളിൽ പോയി ആ പ്ലാവിൽ കയറിയിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ആ പൊതിയില്ല.
അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പതുക്കെ ഇറങ്ങി വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഞാൻ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, നീ കണ്ടായിരുന്നു ചോദിച്ചു. ഈ ചോദ്യം പ്രതീക്ഷിച്ചാണ് അവരിരുന്നത് അവിടെ. എന്നോട് തന്നെ നിങ്ങളത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ ഇത്രയും നേരം കെട്ടിവെച്ചിരുന്നതെല്ലാം കൂടി അങ്ങ് പുറത്തിട്ടാൻ തുടങ്ങി. അപ്പോൾ ഡാം തുറന്നിട്ടതുപോലെയാണ് അപ്പോൾ ഇയാളിതെല്ലാം കേട്ടുകൊണ്ടിരുന്നത്, എല്ലാം കേട്ടോണ്ട് ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, അതെ, എന്നിട്ട് എന്താ ചെയ്തത്, അത് എവിടെ പോയി എന്ന് ചോദിച്ചു. നിങ്ങളുടെ കാമുകിയുടെ തലയോട്ടി ഞാൻ സൂക്ഷിക്കണോ? ഞാൻ അതിനെ അടിച്ച് പൊട്ടിച്ച് അതിനെ ഭസ്മമാക്കി. ശരി, എന്നിട്ട് അത് എന്ത് ചെയ്തു? ഞാനത് പുഴയിൽ കൊണ്ട് കളഞ്ഞത്. അപ്പോൾ ഇയാൾ മനസ്സിൽ ചിന്തിച്ചു, ഇനി കുറച്ചുകൂടി അതിന് അനുഭവിക്കാനുണ്ടെന്ന് അത് തലയെടുത്തുണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനെയായിരുന്നു അനുഭവിക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. ചിരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര അതിശയമായി പോയി. അപ്പോഴവർ ചോദിച്ചു, നിങ്ങൾ കളിയാക്കിയാണോ ചോദിച്ചു. അപ്പോഴാണ് അവരെ വിളിച്ചിരുത്തിയിട്ട് ഇയാൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. കണ്ടോ, അതിലിങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അറിയണമായിരുന്നു. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു കാമുകിയുമില്ല, ഒന്നുമില്ല. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു തോന്നലും ഉണ്ടായി അതിന്. അപ്പം അത് ജീവിച്ചിരുന്ന സമയത്ത് ഇതേപോലെ എന്തൊക്കെയോ ആരോപണങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവാം. അത് മരിച്ച് മണ്ണടിഞ്ഞ് ഇതായിട്ട് എന്നിട്ട് പോലും അതിന് ഒരു ജാരനുണ്ടെന്ന് കേൾക്കാൻ ആ തലയോട്ടിക്ക് വിധിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ട് വിധിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല, എന്നാലും ആ പറയുന്നതാണ്. അതനുഭവിച്ചിട്ടാണ് അത് പോകാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോഴും നമ്മളുടെ ലൈഫിൽ ഓരോ സാധകരുടെ ലൈഫിലും ഇതേപോലെ ഓരോ ഘട്ടങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അത് ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്ത് പോയേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ അദ്ദേഹം ഈ പറയുന്ന അതിനനുഭവിക്കാൻ ഒരു വിധി ഉണ്ടെന്ന് പറയുന്നത് നേരിട്ട് കാണുകയാണ്. എത്രത്തോളം കറക്റ്റാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിനും ആ തലയോട്ടി തമ്മിലൊരു ബന്ധമില്ല. ഇവർ ആ തലയോട്ടിക്ക് ആരോപിച്ച ആരോപണത്തിന് യാതൊരു കഴമ്പില്ല. പക്ഷേ ചില കാര്യങ്ങൾ കോയിൻസിഡൻ്റായിട്ട് അവിടെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ സാധന ചെയ്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ചില റിയാലിറ്റികളാണ്, ചില കാര്യങ്ങളാണ്. എല്ലാ ചിന്തകളും എല്ലാവരുടെയും എല്ലാ ആരോപണങ്ങളും എല്ലാത്തിനും കഴമ്പുണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളുടെ വിസ്ഡം വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു മനോഭാവത്തോടെ സത്യത്തെ നമ്മൾ കാണുന്നതല്ല സത്യം, നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് സത്യം. അതിൻ്റെ കണക്ഷൻസ് വരുന്നത് തിരിച്ചറിയുക എന്നുള്ള സത്യം എന്നുള്ളത് സാധന ലൈഫിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ഘടകങ്ങളാണ്. അത് നമ്മളിങ്ങനെ ഗസ് ചെയ്തത് കൊണ്ടോ പ്രഡിക്റ്റ് ചെയ്തത് കൊണ്ടോ അതങ്ങനെ ആവും ഇങ്ങനെ ആവുമെന്ന് നമ്മൾ ചിന്തിച്ചത് കൊണ്ടോ അതൊന്നും റിയാലിറ്റി ആവണമെന്നില്ല. അത് എന്താ പറയാൻ, ഒരു വിളക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വിളക്കിന് അത് ദിവസം കഴിയുന്നവർ കറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിളക്ക് കറക്കുകയാണോ എന്നുള്ള ഇന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കറുത്ത വിളക്കിനെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതേസമയം ആ വിളക്കിനെ നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ്. അങ്ങനെ ആക്കിയാലോ ഈ പറയുന്ന വിളക്ക് കറക്കുന്ന ഒരവസ്ഥ ആ വിളക്കിനില്ലല്ലോ. എങ്കിൽ തിളങ്ങി ഇരിക്കുന്ന വിളക്കിനെയായിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കർമ്മം ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ കറുത്തിരിക്കുന്ന വിളക്കിനെയായിരിക്കും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്താ ചിന്തിക്കുന്നത്, ആ വിളക്ക് കറക്കുന്നതാണ് വിളക്ക്, ഇതാണ് അവൻ്റെ അനുഭവം. തേച്ച് വെളുപ്പിച്ച് വെച്ചിരിക്കുന്ന വിളക്കാണെങ്കിലോ തിളങ്ങുന്നതാണ് വിളക്ക്, ഇതാണ് അവൻ്റെ അനുഭവം. അപ്പോൾ ഓരോ വ്യക്തിയുടെ അനുഭവം അവൻ അതിൽ കാണിക്കുന്ന ആ പ്രയത്നവും എല്ലാം ഇതാണ്. അപ്പം സ്വയം അവനെ തന്നെ അറിയണമെങ്കിൽ അവനിലോട്ട് കാണിക്കുന്ന ഒരു പ്രയത്നമുണ്ട്. അതിനാണ് സാധന എന്ന് പറയുന്നത്. അത് അവൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവൻ്റെ റിയൽ അവനെ അറിയാൻ പറ്റുള്ളൂ, തിളങ്ങുന്ന അവനെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കറുത്തിരിക്കുന്നവനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഡിസംബർ മാസത്തിലുള്ള സത്സംഗം നമ്മളെല്ലാവരും 1 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇരുന്നു, 1.25 മണിക്കൂർ നമ്മൾ ഒരുമിച്ചിരുന്നു. വളരെ സന്തോഷം. ഇനി നമുക്ക് വീണ്ടും കാണാം. അടുത്ത ജനുവരിയിൽ ന്യൂ ഇയറാണ്. എല്ലാവർക്കും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം.